ഈ ഒരു നീക്കത്തെ, ഈ ഒരു അയ്യപ്പ സംഗമം എന്നുള്ള ഈ പരിപാടിയെ ഞാൻ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ CPIM നടത്തുന്ന ഗംഭീരമായ ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നോക്കൂ, 2018 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിധി നടപ്പാക്കിയത് CPM-ന് വലിയ തിരിച്ചടിയായി എന്ന് CPM തന്നെ വിലയിരുത്തുന്നതാണ്. 2019 തെരഞ്ഞെടുപ്പിൽ വലിയ പ്രഹരമായതാണ് CPM-നെ സംബന്ധിച്ച് ആ ഒരു വിധി നടപ്പാക്കാനുള്ള നീക്കം. CPM-ന്റെ കേരളത്തിലെ വോട്ട് ബേസ് നോക്കൂ. CPM-ന്റെ കേരളത്തിലെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഹിന്ദു വോട്ടാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട വോട്ട് ബേസ്. മുസ്ലിം വോട്ടുകളാണെങ്കിൽ അതിൽ ഒരു ഭൂരിഭാഗവും മുസ്ലിം ലീഗിനൊപ്പം പോകും, ബാക്കിയുള്ളത് കോൺഗ്രസിനൊപ്പം പോകും. ക്രിസ്ത്യൻ വോട്ടുകളാണെങ്കിൽ അത് പങ്കിടാൻ നിരവധി കേരള കോൺഗ്രസ്സുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഹിന്ദു വോട്ടിൽ തന്നെ ഈഴവ, തീയ, പട്ടികജാതി, പട്ടികവർഗ വോട്ടുകൾ, അങ്ങനെയുള്ള പിന്നാക്ക വോട്ടുകളാണ് CPM-ന്റെ ഏറ്റവും വലിയ ബേസ്, കേരളത്തിലെ വോട്ട് ബേസ് എന്ന് പറയുന്നത്. പണ്ട് ശിവദാസ മേനോൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്, ശബരിമലയിൽ കൊണ്ടുപോയൊരു പെട്ടി വെച്ചാൽ അവിടെ CPM വിജയിക്കുമെന്ന്. അതാണ്. അപ്പോൾ ശബരിമലയിൽ പോകുന്ന അയ്യപ്പ വിശ്വാസികളിൽ വലിയൊരു ഭാഗം CPM-കാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ CPM അനുഭാവികളാണ്, പാർട്ടി പ്രവർത്തകരാണ്.